ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ചങ്ങനാശ്ശേരിയിലെ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് നീരാഴി കൊട്ടാരം. തെക്കൻകൂർ രാജവംശം തലസ്ഥാനം വെന്നിമയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോൾ പുഴവാതിലെ നീരാഴിക്കെട്ട് കൊട്ടാരമായിരുന്നു രാജഗൃഹമായ ഉപയോഗിച്ചിരുന്നത്. തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തെക്കൻകൂർ രാജ ആക്രമണ അവസരത്തിൽ പുഴവാതിൽ നിന്നും കോട്ടയം നട്ടാശ്ശേരിയിലേക്ക് തലസ്ഥാനം മാറ്റി സ്ഥാപിച്ചു. മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം ചവിട്ടുവേലയിൽ അവർ പിന്നീട് സ്ഥിരതാമസവുമാക്കി. തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ രാമവർമ്മയുടെ പിതാവ് രാജരാജവർമ്മ വലിയ കോയിത്തത്തമ്പുരാൻ ജനിച്ചത് നീരാഴി കൊട്ടാരത്തിലാണ്. തെക്കുംകൂർ രാജ്യത്തിൻ്റെ ഭരണ സിരാകേന്ദ്രവും രാജകൊട്ടാരവുമായിരുന്നു നീരാഴി കൊട്ടാരം. ചങ്ങനാശ്ശേരിയിലെ പുഴവാതിലിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 1750 വരെ തെക്കുംകൂർ രാജവംശവും പിന്നീട് വടക്കൻ മലബാറിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ സ്ഥിരതാമസമാക്കിയ പരപ്പനാട് രാജവംശവും ഈ കൊട്ടാരം ഉപയോഗിച്ചിരുന്നു. 1790 തിരുവിതാംകൂർ ആക്രമണത്തിൽ ചങ്ങനാശ്ശേരി യുദ്ധം തെക്കുംകൂറിലെ അവസാന രാജാവായിരുന്ന ആദിത്യവർമ്മൻ മണികണ്ഠൻ കോട്ടയം നാട്ടാശ്ശേരിയിലേക്ക് രക്ഷപ്പെട്ടത്. ഇത് നീരാഴി കൊട്ടാരത്തിലുള്ള നിന്നുമാണ്. നീരാഴി കൊട്ടാരം മുൻപ് നീരാഴിക്കെട്ട് എന്നായിരുന്നു അറിയപ്പെടുന്നത്. AD 1400 ശേഷം തെക്കൻകൂർ രാജാക്കന്മാരായിരുന്നു കാലത്ത് നീരാഴി കൊട്ടാരം പുനർനിർമ്മിക്കുകയും അവർ മണികണ്ഠപുരത്തിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് രാജധാനി മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. 1749 ചങ്ങനാശ്ശേരി യുദ്ധത്തിൽ തെക്കുംകൂറിലെ അവസാന രാജാവായിരുന്നു ആദിത്യവർമ്മൻ മണികണ്ഠനെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്ഥാനഭ്രഷ്ടനാക്കി. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ നീരാഴി കൊട്ടാരം പരീക്ഷിച്ചു. 1766 ഹൈദർ അലിയുടെ കുപ്രസിദ്ധമായ ആക്രമണത്തിനിടെ പരപ്പനാട് കൊട്ടാരം പലായനം ചെയ്ത് രാജാക്കന്മാരുമായി മലബാറിലെ രാജകുടുംബത്തിലെ രാജകുമാരനുമായി പാർപ്പിച്ചു. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് നീലേശ്വര കൊട്ടാരം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ മാസങ്ങളിലെ മനോഹരമായ കാലാവസ്ഥ കൊട്ടാരം സന്ദർശിക്കാനും പുറം വിനോദങ്ങൾ ആസ്വദിക്കാനും അനുയോജ്യമാണ്. വർഷത്തിലെ ഈ സമയത്ത് 20°C മുതൽ 32°C വരെയുള്ള താപനില പരിധി സുഖകരമായ വിനോദയാത്രയ്ക്കും സാഹസിക കാലാവസ്ഥയ്ക്കും കാരണമാകുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടുനിൽക്കുന്ന മൺസൂൺ കാലത്ത് മനോഹരമായ ഭൂപ്രകൃതിയുടെ ഒരു സാധാരണ സവിശേഷതയാണ് കനത്ത മഴ. എന്നിരുന്നാലും അവ നിങ്ങളുടെ യാത്രയ്ക്കോ പദ്ധതികൾക്ക് തടസ്സത്തിൽ സൃഷ്ടിച്ചേക്കാം. മഴക്കാലത്തു ശേഷമുള്ള സമയത്ത് പൂത്തുലയുന്ന പൂക്കളും തിളക്കമുള്ള പച്ചപ്പും നിറഞ്ഞ ഈ പ്രദേശം ഏറ്റവും സമൃദ്ധകരമാണ്. കോവലികം എന്ന കൊട്ടാരത്തിൻ്റെ മറ്റൊരു നീലേശ്വരം പേര് ആചാരങ്ങൾക്കും ചരിത്രം കൊണ്ടും സമ്പന്നമായ ഒരു സ്ഥലമാണ്. കോലത്തിരി രാജവംശത്തിൽപ്പെട്ട നീലേശ്വരം രാജാക്കന്മാരുടെ ഒരു കാലത്ത് അവിടെ വസിച്ചിരുന്നു. മനോഹരമായ കൊത്തിയെടുത്ത മരമേൽക്കൂരങ്ങൾ
വിശാലമായ പൂന്തോട്ടങ്ങൾ, പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന വിശാലമായ ഹാളുകൾ എന്നിവയുള്ള കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യ കേരളത്തിൻ്റെ പുരാതന വാസ്തുവിദ്യയുടെ പ്രതിഫലിപ്പാണ്. കൊട്ടാരം പരിസരം പര്യവേക്ഷണം ചെയ്യുക, അതിശയിപ്പിക്കുന്ന പുരാതന വസ്തുക്കൾ ആസ്വദിക്കുക, പ്രദേശത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പ്രത്യേകതയിൽ മുഴുക. നീലേശ്വര കൊട്ടാരത്തിൻ്റെ ഹാളുകളിലൂടെ നടക്കുമ്പോൾ ചരിത്രത്തിൻ്റെ മർമ്മങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. കാലാതീതമായ സൗന്ദര്യം കൊണ്ട് ഗാംഭീര്യവും കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് കൊട്ടാരം നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരാം. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.